ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഒരു തേങ്ങ അരച്ച് ചേർത്ത് ഒരു ചിക്കൻ ബിരിയാണിയെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇത് എൻ്റെ അമ്മയുടെ റെസിപ്പിയാണ്. ആദ്യമായിട്ട് നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ ചിക്കനാണ്. ഇതിലേക്ക് ആവശ്യത്തിന് മസാലപ്പൊടികൾ ചേർത്ത് നന്നായി ഇളക്കി നമുക്ക് അരമണിക്കൂർ തൊട്ട് 1 മണിക്കൂർ വരെ മാരിനേഷൻ ചെയ്യാൻ വെക്കാം. ഞാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ ആൻഡ് 3 ടീസ്പൂൺ ചിക്കൻ മസാല. ചിക്കൻ മാരിനേഷൻ ചെയ്യാൻ വെച്ച ശേഷം നമുക്ക് നെയ്ച്ചോറ് തയ്യാറാക്കാം. ഈ നെയ്ച്ചോറിനായിട്ട് ഞാനിവിടെ 1.5 കിലോ അരിയാണ് എടുത്തിരിക്കുന്നത്. 1.5 കിലോ അരി എന്ന് പറയുമ്പോൾ ഏകദേശം 7 കപ്പോളം വരും. 1 കപ്പിന് 1.5 ഗ്ലാസ് വെള്ളം വെച്ചിട്ട് നമുക്ക് 7 കപ്പ് അരിക്ക് ഒരു 10.5 തൊട്ട് ഒരു 11 ഗ്ലാസ് വരെ വെള്ളം വെച്ച് ഇതിലേക്ക് ബേ ലീഫ്, കറുവപ്പട്ട, ഗ്രാമ്പു അങ്ങനെയുള്ള സ്പൈസസ് ഒക്കെ ചേർത്ത് നമ്മൾ ഈ വെള്ളം തിളപ്പിക്കാൻ വയ്ക്കും. കൂടാതെ ഇതിലേക്ക് കുറച്ച് ഉപ്പും ഒരു 3-4 സ്പൂൺ നെയ്യ് കൂടെ ചേർക്കുന്നുണ്ട്. ചില പേർ ബിരിയാണി വയ്ക്കുമ്പോൾ ഡാൽഡ ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഞങ്ങളുടെ ഈ ബിരിയാണിയിൽ നിങ്ങൾ ഡാൽഡ ഉപയോഗിക്കുന്നില്ല, ഓൺലി നെയ്യ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഇത് നമ്മൾ തിളപ്പിക്കാൻ വയ്ക്കുക. നമ്മൾ വറുത്ത അരിയാണ്, നെയ്യിൽ ഇട്ട് വറുത്ത അരിയാണ് നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇതിലേക്ക് ഒരു 3 സ്പൂൺ നെയ്യ് എടുത്ത് ഒരു ചീനച്ചട്ടിയിലിട്ട് അതിലേക്ക് അരി ഇട്ടിട്ട് നമ്മളൊരു ഗോൾഡൻ ബ്രൗൺ എന്ന് പറയുന്നത് അധികം ബ്രൗൺ ആവേണ്ട, ഒരു ജസ്റ്റ് ഒരു വറുത്ത ഒരു ചെറിയൊരു ബ്രൗൺ രീതിയിൽ നമ്മൾ ആ അരി ഒന്ന് ജസ്റ്റ് ഒന്ന് വറുക്കുക. ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നെയ്യാണ് ഉപയോഗിക്കണമെങ്കിൽ നെയ്യ് ഉപയോഗിക്കാം. ഇത് നന്നായിട്ടൊന്ന് ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ എന്ന രീതിയിലാക്കിയിട്ട്, കൂടാതെ കശുവണ്ടി കൂടി നമ്മൾ ഈ വറുത്ത അരിയുടെ കൂടെ വറുക്കാനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ലേറ്റസ്റ്റ് സ്റ്റേജിൽ നമ്മൾ കശുവണ്ടിയും കിസ്മിസും വറുത്തിട്ട് ചേർക്കുന്നില്ല, ഇതിൽ മാത്രമാണ്. ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കിസ്മിസ് കൂടി ചേർക്കണമെങ്കിൽ ചേർക്കാം. ഇവിടെ ഇപ്പം നമ്മൾ കശുവണ്ടി പരിപ്പ് മാത്രമേ ചേർക്കുന്നുള്ളൂ. എന്നിട്ട് ഈ അരിയും കശുവണ്ടി പരിപ്പും നന്നായിട്ട് വറുത്തതിന് ശേഷം നമ്മൾ നേരത്തെ തിളപ്പിക്കാൻ വെച്ച വെള്ളത്തിലേക്ക് ഇതിട്ടിട്ട് തിളപ്പിക്കും. ഞങ്ങൾ ഇവിടെ റൈസ് കുക്കറാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയൊരു തിള വന്നതിന് ശേഷം നമ്മളത് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ച് ഒരു 20 മുതൽ അരമണിക്കൂർ വരെ നമുക്ക് അതിൽ വയ്ക്കാവുന്നതാണ്. ബിരിയാണി മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 3 സ്പൂൺ നെയ്യ് ഒരു ചീനച്ചട്ടി എടുത്ത് വെച്ചിട്ട് അതിലേക്ക് ഒഴിച്ച് ഒരു 5 വലിയ ഉള്ളി അതിലേക്ക് ഇടുക. ഞങ്ങളിവിടെ നെയ്യാണ് ഉപയോഗിക്കുന്നത്, വേറെ ഡാൽഡയോ വെളിച്ചെണ്ണയോ ഇതിൽ ഉപയോഗിക്കുന്നില്ല. സോ ഉള്ളി ഇട്ടതിന് ശേഷം നമ്മൾ നന്നായിട്ട് വഴറ്റുക. വേണമെങ്കിൽ കുറച്ച് ഉപ്പ് ചേർക്കാം, ഉള്ളി ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട്. അതിനുശേഷം 5 തക്കാളി അരിഞ്ഞതും കൂടി ആഡ് ചെയ്ത് നന്നായി ഇളക്കുക. ഒരു മിക്സി ജാറിൽ കുറച്ച് കാന്താരി, എരിവിനനുസരിച്ച് കാന്താരി എടുക്കാം, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, കുറച്ച് ഉപ്പ്, തൈര് എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. വേണമെങ്കിൽ എരിവിന് വേണ്ടി, എരിവ് കൂട്ടാൻ വേണ്ടി നിങ്ങൾക്ക് പച്ചമുളക് ആവശ്യത്തിന് ആഡ് ചെയ്ത് അരച്ചെടുക്കാവുന്നതാണ്. നമ്മൾ ഉള്ളി, തക്കാളി നേരത്തെ വഴറ്റി വെച്ച് അതിലേക്ക് നമ്മൾ ആദ്യം മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് നന്നായി ഇളക്കി കുറച്ച് സമയം വേവിക്കാൻ വയ്ക്കുക. പിന്നെ നേരത്തെ അരച്ച് വെച്ച പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് നന്നായി ഇളക്കി കുറച്ച് സമയം ഒരു 5 മിനിറ്റ് കൂടി വേവിക്കാൻ വയ്ക്കുക. ഇനിയാണ് നമ്മൾ നമ്മുടെ സ്പെഷ്യൽ തേങ്ങ അരപ്പ് ചേർക്കാൻ പോണത്. ഇതിനൊരു മിക്സിയിൽ കുറച്ച് തേങ്ങ ചിരകിയത്, കുറച്ച് പെരുംജീരകം, കൂടാതെ കുറച്ച് തൈര്. ഇത് വെള്ളം കൂട്ടാതെ വേണം അരയ്ക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് കുറച്ച് തൈര് കുറച്ചുകൂടി ആഡ് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടി തൈര് ആഡ് ചെയ്ത് ഒന്നുകൂടി അരച്ചെടുക്കുക. എന്നിട്ട് ഈ അരപ്പ് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ചിക്കനിലിട്ട് ഇട്ടിട്ട് നന്നായി ഇളക്കി ഒന്നുകൂടി നമുക്കത് ചിക്കൻ വേഗം വയ്ക്കാം. ഈ ചിക്കൻ നമ്മൾ ഏകദേശം 3/4 ഭാഗം വെള്ളം വറ്റുന്നവരെയെങ്കിലും വേവിച്ചെടുക്കുക. എന്നിട്ട് ഈ പരുവാകുമ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ദം ചെയ്യാൻ വെക്കാം. ഈ റൈസ് കുക്കറിൽ വെച്ച നെയ്ച്ചോറ് അങ്ങനെയാണ് ഇരിക്കുക. എന്നിട്ട് ഇത് നമ്മളെടുത്ത് ദം ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കുക.
എൻ്റെ അമ്മ ദം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു വലിയ ബിരിയാണി പോട്ടിലേക്ക് നമ്മൾ ഈ നേരത്തെ തയ്യാറാക്കി വെച്ച റൈസ് ഒരുപാട് എടുത്ത് വച്ചിട്ട് നമ്മൾ അതിൽ ഓരോ കുഴി ഉണ്ടാക്കി അതിൻ്റെ മസാല ഇട്ടിട്ടാണ് എൻ്റെ അമ്മ ദം ചെയ്യാറ്. നിങ്ങൾക്ക് സാധാരണ ലെയർ ബൈ ലെയറായിട്ട് ഈ ബിരിയാണി ദം ചെയ്യാവുന്നതാണ്. ഇതെൻ്റെ വീട്ടിൽ എങ്ങനെയാണ് ചെയ്യാറ് അതാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരുന്നത്. ദം ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് കൊറിയാണ്ടറും ഒരു 2-3 സ്പൂൺ നെയ്യും ചേർത്ത ശേഷം അടച്ചു വയ്ക്കാം. അപ്പം നമ്മുടെ സ്വാദിഷ്ടമേറിയ ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇതൊരു സ്പെഷ്യൽ റെസിപ്പിയാണ്. തേങ്ങ അരച്ച് ചേർത്ത് നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടുണ്ടാവില്ല. സോ ഇതുണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്.